അരിക്കും ഉഴുന്നിനും പഞ്ചസാരയ്ക്കും തീവില. സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റ് താളം തെറ്റി. സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റ് താളം തെറ്റിച്ച് പലചരക്ക് സാധനങ്ങളുടെ വില കുതിക്കുന്നു. അരിയും പഞ്ചസാരയും ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വിലയാണ് വർദ്ധിച്ചിരിക്കുന്നത്. എല്ലാ ഇനം അരിക്കും 5 മുതൽ 10 രൂപ വരെയും കിലോയ്ക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അരിവില കൂടുന്നതിനനുസരിച്ച് ഹോട്ടൽ ഭക്ഷണ സാധനങ്ങൾ, പലഹാരങ്ങൾ, മറ്റ് അനുബന്ധ സാധനങ്ങൾ എന്നിവയുടെയും വില വർദ്ധിക്കും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതും ചരക്ക് കൂലി കൂടിയതും അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ മഴക്കുറവുമാണ് വിലക്കയറ്റത്തിന് കാരണം. മഴയും ജലസംഭരണികളിലെ ജലനിരപ്പും ഗണ്യമായി കുറഞ്ഞതാണ് ഇതര സംസ്ഥാനങ്ങളിലെ നെൽകൃഷിയെ ബാധിച്ചത്. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഓണക്കാലത്ത് അരിവില ഇനിയും വർദ്ധിക്കുമെന്നും വ്യാപാരികൾ പറയുന്നു. പൊതുവിപണിയിൽ വില കൂടുമ്പോൾ സാധാരണക്കാർ ആശ്രയിക്കുന്ന സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ പലപ്പോഴും ആവശ്യത്തിന് സബ്സിഡി അരി ലഭ്യമല്ലാത്തതും പ്രതിസന്ധി ഇരട്ടിയാക്കുന്നു. പൊന്നി അരിക്കാണ് ഏറ്റവും കൂടുതൽ വില വർദ്ധിച്ചത്. 1 കിലോ പൊന്നി അരിയുടെ വില 48 രൂപ മുതൽ 50 രൂപയിൽ നിന്ന് 56 രൂപ മുതൽ 70 രൂപയായി ഉയർന്നു. തമിഴ്നാട് കുറുവ 35 നിന്നും 40 രൂപയായും ആന്ധ്ര കുറുവ 40 രൂപയിൽ നിന്നും 42 രൂപയുമായി. ബംഗാൾ സ്വർണ്ണ 35 രൂപ 50 പൈസയിൽ നിന്നും 37 രൂപയായി വർദ്ധിച്ചു. ജയ അരിക്ക് 4 രൂപ കൂടി 46 രൂപയായി. ജയ പച്ചരിക്ക് 44 രൂപ 20 പൈസയിൽ നിന്നും 45 രൂപ 50 പൈസയായി. മട്ടയരിക്ക് 1.5 രൂപ കൂടി. കോലയരിക്ക് 61 രൂപയിൽ നിന്നും 71 കുതിച്ചു. നിലവിൽ നെല്ല് സ്റ്റോക്ക് കുറവാണ്. ഈ വർഷത്തെ കാലാവസ്ഥ കണക്കിലെടുത്ത് അടുത്ത വർഷത്തേക്ക് കർഷകർ നെല്ല് സംഭരിച്ചു വെക്കും.